നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട് പണം സ്വീകരിക്കാൻ ബാങ്ക് അക്കൗണ്ട് നൽകിയ സംഭവത്തിൽ കടുത്ത ശിക്ഷ വിധിച്ച് ദുബായ് കോടതി. ഏഷ്യക്കാരനായ പ്രതി 3 വർഷം തടവും 1 ലക്ഷം ദിർഹം പിഴയും നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. ശിക്ഷാ കാലാവധി പൂർത്തിയായാൽ ഉടൻ തന്നെ പ്രതിയെ നാട് കടത്തണമെന്നും വിധിയിൽ പറയുന്നു. സാമ്പത്തിക ബാധ്യതകൾ തീർക്കാതെ രാജ്യം വിടുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ നിയമ ഭേദഗതി വേണമെന്ന് ബഹ്റൈൻ എംപിമാർ. ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിച്ചു. നിലവിലുള്ള നിയമങ്ങളിൽ കൂടുതൽ മാറ്റം വരുത്തി കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് സ്ട്രാറ്റജിക് തിങ്കിംഗ് ബ്ലോക്കിലെ അംഗമായ ഖാലിദ് ബോ അനക്കിന്റെ നേതൃത്വത്തിലുള്ള എംപിമാർ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നത്. കൂട്ടത്തോടെ വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ഗൾഫ് മേഖലയിലെ യാത്രക്കാരെയും സാരമായി ബാധിച്ചു. ആഭ്യന്തര വ്യോമയാന മേഖലയിൽ ഇൻഡിഗോയുടെ സർവീസുകൾ താറുമാറായതോടെ മറ്റു വിമാന കമ്പനികൾ ഡിമാൻഡ് വർദ്ധിച്ചത് ചൂണ്ടിക്കാട്ടി ടിക്കറ്റ് നിരക്കുകളിൽ വലിയ വർധന വരുത്തി. ജീവനക്കാരുടെ കുറവും പുതിയ ക്രൂ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം 500-ലേറെ ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തിട്ടുണ്ട്. UAE-യുടെ സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസിൽ ഈ വർഷത്തെ 2% സ്വദേശിവൽക്കരണം ഡിസംബർ 31-നകം പൂർത്തിയാക്കണമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നിർദ്ദേശിച്ചു. 31-നകം സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ 2026 ജനുവരി 1 മുതൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.